രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയെക്കുറിച്ച് അങ്ങനെ വലിയ പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ പ്രവർത്തനമൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാന്നുള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചേക്കുന്നത്. അഴിമതികൾ അതിനകത്തുള്ള അഴിമതികൾ ഞങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങി. പിന്നെ അല്ലാതെ ഇപ്പം ഇത് വീട് വെക്കുന്ന പദ്ധതികളും പിന്നെ നായ്ക്കുട്ടികളുടെ അതൊരിക്കലും പറയാൻ നോക്കില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ആര്യരാജനെ പറ്റി എന്താണ് അഭിപ്രായം? വന്ന വഴി മറന്നുപോയാൽ ഇതുവരെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു വികസനം CPM-ന്റെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് മുന്നേ ഉള്ള മേയറിൽ കിട്ടിയിട്ടില്ല. ആളുകുഴപ്പക്കാരനൊന്നുമല്ല, അഴിമതിയില്ലാത്തവനാണ്, അതൊക്കെ അറിയാം. പറയാനുള്ള സമയമായില്ല, ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. 4-5 മാസമായി. നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയമായി കുറ്റം പറയുകയാണ്, വർഗീയമായിട്ട് കുറ്റം പറയുകയാണെന്ന് പറയുകയും CPM ഇതുവരെ നടത്തിയ വികസനത്തിലൊന്നും ഞങ്ങൾക്കൊരു തൃപ്തി ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഇപ്പം മാറ്റങ്ങളില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ജലത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വെള്ളം വിതരണം ഇതെല്ലാം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുന്നതാണ്. പല വീടുകളിലും വെള്ളം ഇതുവരെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വികസനങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു വികസനം CPM-ന്റെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് മുന്നേ ഉള്ള മേയറിൽ കിട്ടിയിട്ടില്ല. ഇനിയും BJP വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവർ വന്നതിന് ശേഷം മാറ്റങ്ങളില്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും പൂർണ്ണമായിട്ടും എല്ലാം നേരെയാവും എന്നൊരു പ്രതീക്ഷ BJP-യിലൂടെയാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത്. കാരണം CPM ഇതുവരെ നടത്തിയ വികസനത്തിലൊന്നും ഞങ്ങൾക്കൊരു തൃപ്തി ഉണ്ടായിട്ടില്ല. മുമ്പുണ്ടൊരു മേയർ രാജേന്ദ്രനെ പറ്റി എന്താ അഭിപ്രായം? അറിയാമല്ലോ, കുറേ നെഗറ്റീവൊക്കെ നമുക്ക് കേട്ട് മീഡിയയിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതൊരു തൃപ്തികരമല്ല. ഇനി വരുന്ന മേയറും ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം, നല്ലൊരു വികസനം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ വന്നിട്ടുണ്ട് അവർക്കെതിരെ. അതുകൊണ്ട് ഒരാളോട് പെരുമാറുന്ന രീതിയും ഒക്കെ ഒന്ന് മാറ്റണം. നല്ലൊരു സ്നേഹമായ ഒരു സഹകരണമാണ് ജനങ്ങളിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ സപ്പോർട്ടായിട്ട് നിന്നൊരു കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ BJP ആണ്. ഇതിനു മുമ്പ് 45 വർഷം CPM ഭരിച്ചത്. ഇപ്പോൾ എന്ത് തോന്നി ഇപ്പോഴത്തെ ഭരണത്തെ പറ്റി? VV രാജേഷ് മേയറായിട്ട് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു മേയറെ പറ്റി പ്രവർത്തനം അല്ല, നമുക്ക് അവിടെ മേയറെ പറ്റി ആളുകുഴപ്പക്കാരനൊന്നുമല്ല, അഴിമതിയില്ലാത്തവനാണ്, അതൊക്കെ അറിയാം. നമ്മുടെ ഇപ്പോൾ കോർപ്പറേഷൻ BJP പിടിച്ചു, VV രാജേഷാണ് മേയർ. എങ്ങനെയുണ്ട് പുള്ളിയുടെ പ്രവർത്തനം? നല്ല പ്രവർത്തനം ഇതുവരെ ഉള്ളത്. ഭാവിയിൽ എങ്ങനെയാണെന്ന് അറിയാൻ പുല്ലല്ലോ. ഇപ്പോഴുള്ള പ്രവർത്തനം നല്ല. മുൻ മേയർ ഇവിടെ ഇവിടുത്തെ നാട്ടിൽ എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാം, അതിനേക്കാളും ബെറ്ററാണ്. ആര്യരാജനെ പറ്റി എന്താണ് അഭിപ്രായം? വന്ന വഴി മറന്നുപോയാൽ അതേ പറയാറുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ പൊതുവിൽ മനസ്സിലാക്കാത്തുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഞാൻ ഓട്ടം ഓടിക്കാൻ തുടങ്ങിയ കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മളെ ഈ മടമൂള് റോഡ് ഈ ഇടക്കാലങ്ങളിലാണ് അത് വൃത്തിയായി. അയാൾ മേയറായിരുന്നു, അയാളുടെ സ്ഥലം കൂടെ മോശം രീതിയിലായിരുന്നു. പിന്നെ VV രാജേഷ് അയാൾ മുന്നേ വന്നതല്ലേ ഉള്ളൂ, നമുക്കിനി നോക്കാം എന്താണെന്ന് അതിന് മുന്നോട്ടുള്ള പോക്കുന്നത്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രവർത്തനമൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാന്നുള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചേക്കുന്നത്. അപ്പം 80% അയാൾ നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ്. BJP ഇപ്പം നഗരസഭ പിടിച്ചിട്ടുണ്ട്. വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇരിക്കുന്ന മുമ്പ് കാല് നീട്ടുക എന്നുള്ള ഒരു സമ്പ്രദായം അല്ല. അപ്പോൾ അയാൾ വന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കാമെന്നല്ല, നല്ല പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. അയാൾ കഴിഞ്ഞ പ്രാവശ്യം ചുടുകല്ല് വിഷയം ഈ ചുടുകല്ല് വിഷയം വന്ന പാവങ്ങൾക്ക് വീട് പലയിടത്തും അത് ലോഡായി കിടന്നത്. ഇപ്പം എത്ര കല്ല് അവിടെ നിന്ന് ലോഡ് കയറ്റി വിട്ട് കഴിഞ്ഞു. പാവങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കല്ലുകൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ചവറ് വിഷയം അത് ക്ലീനാണ്. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എടുപിടി എന്ന് പറഞ്ഞ ഒരു കാര്യം നടക്കില്ല. എന്നാലും നമ്മൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വെച്ച് നോക്കിയപ്പോൾ നമ്മളെ തിരുവനന്തപുരത്ത് ഈ BJP പ്രവർത്തനം നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതാണ് നമ്മളെ പൊതുവിലുള്ള നോട്ടം. പറയാനുള്ള സമയമായില്ല, ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. 4-5 മാസമായി, 3-4 മാസമേ ആയുള്ളൂ. അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ റിസൾട്ട് അറിയാം. കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ അവരുടേതായ ചെറിയ അത്രയേ ഉള്ളൂ പറയാം. അതെ പ്രായത്തിൻ്റെ
പക്വത കുറവാണല്ലോ. ആര് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല ഒരു സീറ്റ് കിട്ടി അവൻ പഠിച്ചുകൊണ്ട് നടക്കണ കാലം. ഉള്ള ഒരാള് വരണമായിരുന്നു. പക്ഷെ ഇതിന്റെ ബാക്കിൽ നിന്ന് തള്ളിക്കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അത് അവരുടെ ഇഷ്ടത്തിനൊക്കെ ആ ഒരു ഇത് കാരണം കൊണ്ടാണോ ഈ കോർപ്പറേഷൻ കൈവിട്ട് പോയത്? അതൊരിക്കലും പറയാൻ നോക്കില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇവരൊരു പ്രവർത്തനവും കൂടെ ഇതിപ്പോ സ്വാഭാവികം. ഇപ്പൊ ഞാൻ തന്നെ ഈ നമ്മൾ ഇപ്പം നാളെ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ മാറ്റം വന്നുകൂടാ. സംഭവിച്ചത് അങ്ങനെയാണ്, അറിഞ്ഞും കൊണ്ടല്ലല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞു. 45 വർഷമായിട്ട് CPM കയ്യിരുന്നത് ഇപ്പം BJP പിടിച്ചു. TV രാജേഷ് മേയറാണ്. എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ സരസമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയശങ്കർ വക്കീൽ പറയുന്നത് പോലെയാണ്, ഇത് പിടിച്ചതല്ല കൊടുത്തതാണ്. കാരണം ഒന്നെങ്കിൽ നമുക്കറിയാം, നമ്മൾ BJPനെ കുറ്റം പറയുന്നവരാണെങ്കിൽ തന്നെ അവർ ചില സ്റ്റേറ്റിൽ ചില മുഖ്യമന്ത്രികളെ മാറ്റാറുണ്ട്. അത് അവർക്ക് എന്തുകൊണ്ടാണെന്നറിയാം, അവർക്ക് പഠിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇവർ മതി, അതിനുശേഷം മാറ്റാറുണ്ട്. ഗവർണറെ ഇവർ മാറ്റാറുണ്ട്. ബംഗാൾ ഗവർണറെ നമ്മുടെ മലയാളിയായിരുന്ന നമ്മുടെ പുള്ളി മാറ്റിയില്ലേ? അല്ല, കുമ്മനത്തിനെ അല്ല, നമ്മുടെ ബോസിനെ. അതെ പുള്ളിയെ മാറ്റി. നല്ലൊരു ഗവർണറായിരുന്നു. പക്ഷേ ഇനി ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് അതല്ല വേണ്ടത്. അപ്പോൾ അത്രയും പോലും ഇവിടെയുള്ള അവർ 23 വളരെ കുട്ടിയായിരുന്ന ഒരാളെ ലോകത്തിലെ ഏറ്റവും കുറച്ച് മേയറാണെന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അവരതിനെ നോക്കണമായിരുന്നു. 2 വർഷം 4 വർഷത്തിനകത്തെങ്കിലും ഒന്നെങ്കിലും മാറ്റണമായിരുന്നു. അപ്പം മാറ്റാതിരുന്ന സമയത്ത് ആളുകൾ പറഞ്ഞ വിമർശനത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയമായി കുറ്റം പറയുകയാണ്, വർഗീയമായിട്ട് കുറ്റം പറയുകയാണെന്ന് പറയുകയും എന്നിട്ട് അവരെ ഒരു സീറ്റ് പോലും ഇവിടെ നഗരസഭ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു, ഇവിടെ നിയമസഭ സീറ്റ് കൊടുക്കുന്നത് എന്ന് അതും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പരാജയമാണെന്നുള്ള അവർ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരാണ് സ്ഥാപിച്ചത്. ഇവിടെ മറ്റു പാർട്ടികളല്ല, കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ നിഷ്പക്ഷരോ അല്ല സ്ഥാപിച്ചത്. ആര്യ രാജേന്ദ്രന് മോശമായിരുന്നു എന്ന് പറഞ്ഞ് CPM അവരാരാണ് നിയമിച്ചത്, അവരാണ് സ്ഥാപിച്ചത് അല്ലേ? അപ്പം എന്നിട്ട് അവർ ഏതെങ്കിലും ഇലക്ഷന് ഇവിടെ അവരുടെ ജംഗ്ഷനാണല്ലോ ഇത്, ഇവിടെയെങ്കിലും പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവർ വന്നത്. അറിയണമല്ലോ, അതുകൊണ്ടാണല്ലോ അവർ പിന്നെ വിളിക്കാത്തത്. ഇനി VV രാജേഷിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയെക്കുറിച്ച് അങ്ങനെ വലിയ പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയും 5 കോർപ്പറേഷൻ ഉണ്ടായിട്ടും അവിടെ ന്യൂസിൽ നിൽക്കുന്നത് പുള്ളി മാത്രമാണ്. അപ്പോൾ അത് ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് റിയാക്ഷൻ ഉണ്ടാകുന്നത് അല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് 45 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം മേയർ എന്ന രീതിയിൽ VV രാജേഷ്, പുതിയ മേയർ, BJPയുടെ മേയർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നു? നമുക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞു വരുന്നതിലേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ ഇപ്പം തന്നെ കുറേ അഴിമതികൾ, അതിനകത്തുള്ള അഴിമതികൾ ഞങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങി. പിന്നെ അല്ലാതെ ഇപ്പം ഇത് വീട് വയ്ക്കുന്ന പദ്ധതികളും പിന്നെ നായ്ക്കുട്ടികളുടെ അതൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇനി അദ്ദേഹത്തിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുന്നു. വരുന്ന കാലങ്ങളിൽ നല്ല ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഒക്കെ ആയിരുന്നു, കുഴപ്പമില്ല, ഓർക്കായിരുന്നു. പഴയ മേയറായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഇതുണ്ടോ? ഇല്ല, ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്നാലും അദ്ദേഹം ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.